തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഒരു ഫിക്ഷനിലേക്ക് വാസ്തവത്തിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ഒരു പുസ്തകം എന്ന് പറയാവുന്നത് ചെറുകാടൻ്റെ മുത്തശ്ശിയാണ്. ഞാൻ സുന്ദരിയൊന്നുമല്ല. എനിക്ക് ലേശം എൻ്റെ ഒരു ചിരിക്കുമ്പോൾ ഒരു കൊന്ത്രമ്പല്ല് പുറത്ത് കാണും. കാനോലി കനാലിൻ്റെ തീരത്താണ് മാധവിക്കുട്ടിയുടെ പുന്നയൂർക്കുളവും എൻ്റെ കുറച്ചിപ്പുറത്ത് മാറി എൻ്റെ കാട്ടൂരും. എഴുത്തുവഴിയിൽ എന്നെ സ്വാധീനിച്ച നിരവധി കൃതികളും എഴുത്തുകാരുമുണ്ട്. അത് എഴുത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ ഒരു ജീവിതത്തെ രൂപപ്പെടുത്തുന്ന കാര്യത്തിലും ഒരു സാമൂഹ്യ വീക്ഷണം ഉണ്ടാകുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏറ്റവും അധികം ഇടപെട്ടുള്ളത് പുസ്തകങ്ങൾ തന്നെയാണ്. ഭാഗ്യവശാൽ അത്തരം പുസ്തകങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ വായിക്കാനും അല്ലെങ്കിൽ മറിച്ച് നോക്കാൻ. ഉദാഹരണത്തിന് വീട്ടിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ അന്ന് പ്രധാനപ്പെട്ട അന്നത്തെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകങ്ങളാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയുടെ അച്ഛനൊക്കെ തന്നെ നെഹ്റുവിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ, പക്ഷേ നെഹ്റുവിൻ്റെ ആരാധകരായിരുന്നു. അപ്പോൾ നെഹ്റുവിൻ്റെ ആത്മകഥ, ഒരു കൂട്ടം പഴയ കത്തുകൾ, വിശ്വചരിത്രാവലോകം, ഇന്ത്യയെ കണ്ടെത്തൽ, ഇത്തരം പുസ്തകങ്ങളിലൊക്കെ മലയാള വിവർത്തനം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിതൊക്കെ ഇരുന്ന് വായിക്കുന്നത് കണ്ടിട്ട് ഞാനും വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ ഒന്ന് മറിച്ച് നോക്ക്, എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവും, ഇത്ര തന്നെ. അപ്പോൾ അങ്ങനെ വലിയ തരത്തിൽ പുസ്തകങ്ങൾ തുടക്കത്തിൽ തന്നെ എന്നെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഒരു ഫിക്ഷനിലേക്ക് വാസ്തവത്തിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ഒരു പുസ്തകം എന്ന് പറയാവുന്നത് ചെറുകാടൻ്റെ മുത്തശ്ശിയാണ്. അത് അന്ന് 2 ഭാഗങ്ങളായിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചതെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ആദ്യമായിട്ട് ഫുള്ളായിട്ട് വായിച്ച ഒരു കൃതി, ഒരു ബൃഹത് കൃതി. ഇപ്പോൾ ബാലസാഹിത്യമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നരേന്ദ്രനാഥായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആ കാലഘട്ടത്തിൽ. വികൃതി രാമൻ, കുഞ്ഞിക്കൂനൻ, അതുപോലുള്ള കഥകളൊക്കെ വായിച്ച് തന്നെ രസിച്ചിരിക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഒരു ഫിക്ഷനിലേക്ക് കടന്നു വന്നത് മുത്തശ്ശി വായിച്ചിട്ടാണ്. മുത്തശ്ശിയുടെ വായന ഇന്നും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ. ആ ക്യാരക്ടറിനെയൊക്കെ ഡെവലപ്പ് ചെയ്യണ ഒരു കാര്യത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാണി മിസ്ട്രസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് അതിലുള്ളത്. നാണി മിസ്ട്രസിനെ അവതരിപ്പിക്കുന്നത് ഞാൻ സുന്ദരിയൊന്നുമല്ല, എനിക്ക് ലേശം എൻ്റെ ഒരു ചിരിക്കുമ്പോൾ ഒരു കൊന്ത്രമ്പല്ല് പുറത്ത് കാണും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പെട്ട് വരുന്ന ക്യാരക്ടർ പിന്നെ വായിച്ച് പോകുമ്പോൾ നല്ലൊരു സൗന്ദര്യ ബിംബമായിട്ട് മാറുന്നത്. അതൊരു രചനാപരമായ തന്ത്രമാണത്. അതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. അത്തരത്തിലുള്ള, അതുപോലെ തന്നെ ആ ഒരു ദേശത്തിൻ്റെ ആവിഷ്കാരം, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ കൃഷിരീതി, പണിയായുധങ്ങൾ, ഇതൊക്കെ. പിന്നെ ഞാൻ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എനിക്ക് പാവങ്ങളുടെ വിവർത്തനം, അതായത് നാലപ്പാട്ട് നാരായണമേനോൻ്റെ വിവർത്തനം വായിക്കാൻ കഴിഞ്ഞിട്ട് അതെന്നെ വലിയ തരത്തിൽ ഇളക്കി മറിച്ചു എന്ന് പറയാം. കാരണം അത് അപ്പോഴല്ല, അത് പലവട്ടം ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് പുതിയ ട്രാൻസ്ലേഷനൊക്കെ വന്നു. ഈ കാലഘട്ടത്തിൽ ഞാൻ വേറെയും ട്രാൻസ്ലേഷനൊക്കെ വായിച്ചു. ഡീലമെത്രാൻ എന്നറിയപ്പെടുന്ന അതിലെ ബിഷപ്പ് എന്നെപ്പോഴും അതിങ്ങനെ ആവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡീലമെത്രാൻ കടന്നു വരുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ മെഴുകുതിരിക്കാലുകളൊക്കെ നമ്മുടെ ജീൻ വാൽജിൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കുടിലാണ് താമസിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റമുറി വീട്ടിൽ. അദ്ദേഹം ഇങ്ങനെ ഒറ്റമുറി വീട്ടിൽ ഒരു മെത്രാൻ താമസിക്കാൻ കാരണം അത് ജർമ്മനിയിലെ രീതി അങ്ങനെയൊന്നുമല്ല, ഇന്ത്യയിലത്തെ പോലെ തന്നെയാണ്. മെത്രാന്മാർ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം അവിടെ വന്നിട്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് താമസിക്കാൻ വെച്ചിരുന്ന 60 മുറികളുള്ള കൊട്ടാരം അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വിട്ടുകൊടുക്കുകയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന ഒറ്റമുറിയുള്ള ഒരു വീട് അദ്ദേഹം എടുക്കുകയും ചെയ്യുകയാണ്. അവിടെ നിന്ന് ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ സംഭവം. എത്ര കൊല്ലം മുമ്പാണ് അത് എഴുതിയിരിക്കുന്നത്. കേരളത്തെ മുഴുവൻ സ്വാധീനിച്ചു. ഇപ്പോൾ അതിൻ്റെ വിവർത്തനത്തിൻ്റെ 100ാം വർഷം വരാൻ പോവാണ്. ആ സാഹിത്യ അക്കാദമി ഇത് ആഘോഷിക്കാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പുസ്തകം വളരെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എഴുത്തുകാരെന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു കൃതി എന്നുള്ള നിലയിലല്ല, എൻ്റെ രചനയിൽ കൂടുതൽ ഒരു സ്വാധീനിച്ചു എന്ന് പറയാവുന്നത് ഭാഷാശൈലിയുടെയൊക്കെ കാര്യത്തിൽ ചിലപ്പോൾ മാധവിക്കുട്ടിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു.
ആ നൈസർഗികമായ ഭാഷ അത് ഞങ്ങളുടെ നാടുമായിട്ടൊരു ബന്ധമുണ്ട്. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ കാനോലി കനാലിൻ്റെ തീരത്താണ് മാധവിക്കുട്ടിയുടെ പുന്നയൂർക്കുളവും എൻ്റെ കുറച്ച് ഇപ്പുറത്ത് മാറി എൻ്റെ കാട്ടൂരും. അപ്പോൾ അവിടുത്തെ ഭക്ഷണശീലങ്ങൾക്കും അവിടുത്തെ ഭൂമിയുടെ ഞാനിപ്പോഴും ഇപ്പോൾ സാഹിത്യ അക്കാദമിക്ക് അവിടെ മാധവിക്കുട്ടിയുടെ തറവാടിനോട് ചേർന്നിട്ട് തറവാട് അതിൽ കുറച്ച് സ്ഥലം കിട്ടിയിട്ട് അവിടെ ഒരു സ്മാരകമുണ്ട്, കമല സൂരയ്യ സ്മാരകം. അവിടെ ഇടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ആ പുന്നയൂർക്കുളത്തിൻ്റെ പ്രകൃതി ഉണ്ടല്ലോ, അവിടുത്തെ മണ്ണ്, അവിടുത്തെ പുല്ല്, തെങ്ങ്, ചെറിയ കുളങ്ങൾ, കായൽ, പാടം, വയലുകളൊക്കെ തന്നെ എൻ്റെ കാട്ടൂരുമൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. ജീവിതത്തിനും അതുണ്ട്. അപ്പോൾ അവരുടെ കഥകളിലും അതുപോലെ തന്നെ ഓർമ്മക്കുറിപ്പുകളിലൊക്കെ പറയുന്ന ലോകം അത് വസ്തുവിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റൊരാൾ തീർച്ചയായിട്ടും ബഷീറാണ്. അത് പിന്നെ ആ ഒരു ശൈലി നമുക്കൊരിക്കൽ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് കിടക്കുക അത് ബഷീർ തന്നെയാണ്. അത് ബഷീറിനെ നമുക്ക് കാണുക എന്നല്ലാണ്ട് ബഷീറിനെ നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. അങ്ങനെ തീരെ അനുകരിക്കാൻ പറ്റാത്ത രണ്ടുപേര് എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരായിട്ട് എനിക്ക് വളരെ അധികം എഴുത്തുകാരായിട്ടൊന്നും എനിക്ക് അടുത്ത് പരിചയമില്ല. രണ്ട് മൂന്ന് ആൾക്കാരായിട്ട് മാത്രമേ ഉള്ളൂ. ഒന്ന് അത് കോവിലിനാണ്, മറ്റൊന്ന് BK-നാണ്. ഇവരുടെ രണ്ടുപേരുടെയും വീടുകളിലാണ് ഞാൻ സാധാരണ പോവാറ്. ആ രണ്ടുപേരും എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. CV ശ്രീരാമൻ എല്ലാ കഥകളും, കഥയിൽ മലയാളത്തിൽ CV ശ്രീരാമന് അപ്പുറം കടക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാവിസ്മയമാണ്. ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ CV ശ്രീരാമൻ അതിശക്തനായി നിലകൊള്ളുന്നു. ഇത്തരത്തിലുള്ള എഴുത്തുകാരൊക്കെ അബോധമായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എഴുത്തിലാകട്ടെ ജീവിതത്തിലാകട്ടെ ഒക്കെ തന്നെ സ്വാധീനിച്ചുകൊണ്ട്.